ഹലോ ഗായ്സ്, ഹാർഡ് കോർ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കാണുന്ന ബാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ബാം തന്നെയാണ്, ഞാൻ ഫുള്ള് സെറ്റാക്കിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വില്ലേജർ ബ്രീഡറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ കാരണം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കണം. കളിയൊക്കെ ഇപ്പം നമ്മൾ ബിൽഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു വരുത്താൻ നോക്കിയിരുന്നത്. ഇനി നമുക്ക് കളിയൊന്ന് നല്ലപോലെ മുന്നോട്ട് പോകണം, അയൺ ഫാമും റെയ്ഡ് ഫാമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ അയൺ ഫാമും റെയ്ഡ് ഫാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വില്ലേജർ ബ്രീഡർ വേണം, എന്നാലേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റൂ. റെയ്ഡ് ഫാം ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൊന്നൊക്കെ കിട്ടുള്ളൂ, അയൺ ഫാം ഉണ്ടെങ്കിൽ നമുക്ക് അയണും കിട്ടും. അങ്ങനെയൊക്കെ കുറേ ഉപകാരമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ ബ്രീഡർ ഞാനിതാ ഈ ഭാഗത്താണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇവിടെ കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട്, ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നത്. ഇത് വലിയ ബ്രീഡറൊന്നുമില്ല, ഇത് ചെറിയ ബ്രീഡറാണ്. കാരണം ഇത് മറ്റേ ടൈപ്പ് ബ്രീഡറാണ്. നമ്മൾ ക്രോപ്സ് എറിഞ്ഞു കൊടുത്താൽ ബ്രീഡാവുന്ന ആ ടൈപ്പ് ബ്രീഡറാണ്. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ബ്രീഡറാണ്. അതിൽ വില്ലേജറിനെ കൊണ്ടുവരാനാണ് കുറച്ച് പണി. എന്തായാലും നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഈ സ്ഥലമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ആ ബ്രീഡറിൻ്റെ കുഴിയൊക്കെ ഞാൻ കുഴിക്കട്ടെ. ഞാൻ ഈ ബ്രീഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലൊരു വലിയ ബിൽഡ് വരുത്തുന്നുണ്ട്. വലിയത് പറഞ്ഞാൽ അതിന് സൈസിനനുസരിച്ചുള്ളൊരു ബിൽഡ് ഞാൻ വരുത്തുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കണേ. ഈ തീമിലുള്ള ബിൽഡൊക്കെയാണ്. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ അയൺ ഫാം എന്തായാലും ഉണ്ടാക്കും. കാരണം നമുക്ക് അയണ് കുറച്ച് നഷ്ടമാണ്, ക്ഷാമുണ്ട്. ഞാൻ ഇവിടെ പാത്തൊക്കെ സെറ്റ് ചെയ്തിട്ടോ. ഇപ്പോൾ കുറച്ച് പാത്തൊക്കെ സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഉണ്ടോ. പിന്നെ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാം. ഗായ്സ്, ഒരു പ്രശ്നമുണ്ട്. നമുക്ക് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ ഈ വില്ലേജിൽ ഒരു വില്ലേജറും ഇല്ല. അപ്പോൾ ഇനി വേറൊരു വില്ലേജ് പോയിട്ട് വില്ലേജറിനെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ദൂരെ പോകേണ്ടി വരും, കുറച്ച് മെനക്കെടേണ്ടി വരും. ഞാനിവിടെ ബെഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ 5 ബെഡ് കിട്ടി, 6 ബെഡ് വേണം. അപ്പോൾ ഇനി ഞാൻ അടുത്ത വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബേസിൻ്റെ അവിടെ നിന്ന് 1000 ബ്ലോക്ക് ദൂരത്തുനിന്ന് ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ വില്ലേജാണ്. നമുക്ക് ആദ്യം ഇവിടെയുള്ള ലൂട്ടൊക്കെ നോക്കാം, എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വില്ലേജർമാരൊക്കെ തട്ടിക്കൊണ്ടുപോവാം. ഇവനെ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഇവനെ ആദ്യം തന്നെ തട്ടാം. ഇവിടെ അയങ്കോളം ഉണ്ടോ നോക്കാം. ആദ്യം ഇവിടെ ഒന്ന് കിടന്നുറങ്ങാം. ഒരു ബെഡിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്നൊരു ബെഡ് എടുക്കാം. ഈ ഇവിടെ ഉള്ള ലൂട്ടൊക്കെ നോക്കട്ടെ. ഇതൊക്കെ ആവശ്യമില്ല. ബണ്ടിലുണ്ട്, ബണ്ടിലൊക്കെ ആവശ്യമില്ല, ഞാൻ യൂസ് ചെയ്യലില്ല, അതുകൊണ്ട് ബണ്ടിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെയുള്ള വില്ലേജറിനൊക്കെ നമ്മുടെ ബേസിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ കുറച്ച് പണിയാവും, എന്തായാലും നമുക്ക് കൊണ്ടുപോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ നേരത്തിന് ശേഷം അവരെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരായിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവരെ ബേസിൻ്റെ അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്രീഡർ ഉണ്ടാക്കാം. അത് മൈൻക്രാഫ്റ്റിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബ്രീഡറാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പോൾ നിങ്ങളത് കണ്ട് ഉണ്ടാക്കിക്കോ. അപ്പോൾ ഞാൻ ഇനി അത് ഉണ്ടാക്കട്ടെ, അത് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ബ്രീഡർ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വില്ലേജറിന് ഇട്ടാൽ മാത്രം മതി. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ആ ബിൽഡ് ഉണ്ടാക്കണം. ബിൽഡ് ഉണ്ടാക്കണ എന്തിനാന്ന് വെച്ചാൽ സോംബിയൊക്കെ വന്ന് ഇവരെ ഒന്നും ചെയ്യാതിരിക്കാനാണ്. അല്ലെങ്കിൽ ഞാനിത് ടെമ്പററി ആക്കും. ഇപ്പോൾ ഇത് എന്തായാലും ഇവിടെ ഉണ്ടാക്കിയതല്ല വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരു ബിൽഡ് വരുത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് വില്ലേജറിനെ ഇതിൻ്റെ ഉള്ളിലാക്കാം. അതിന് മുമ്പ് രാത്രി ആവണ്ടേ, നമുക്കൊന്ന് ഉറങ്ങിയിട്ടാക്കാം. അയ്യോ, നമ്മളതിൻ്റെ ഉള്ളിൽ ചാടി. നമുക്കൊന്ന് ഉറങ്ങിയിട്ട് ആക്കാം. എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കൂടി വേണം കേട്ടോ. ഒരു സംഭവം വെക്കാൻ മറന്നു, വർക്ക് സ്റ്റേഷൻ ഇവിടെ വെക്കാൻ മറന്നു. വർക്ക് സ്റ്റേഷൻ ഞാൻ ഈ ഭാഗത്ത് വെക്കാം. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും വെച്ചാൽ സെറ്റാവും. ഓക്കെ,
നമുക്ക് വില്ലേജറിനെ ഉണ്ടാക്കാം. ഇവരെ ആക്കാൻ കുറച്ച് പണി പെടും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഒരാൾ ഇതിൽ കണക്റ്റായി. ഓക്കെ ഓക്കെ. ഇനി ഈ ബോട്ട് പൊട്ടിച്ചെടുത്ത് അവരിത് ചാടുമെന്നാണ് തോന്നുന്നു. ചാടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ വളവും. ഒരാൾ ചാടി. ചാടറാ, ഇന്ന് ചാട് പ്ലീസ്, ദയവ് ചെയ്ത് അതിക്ക് ചാടറാ. കട കൊടുത്താലോ? എന്താ ഈ മുക്കി പോയി. ഓക്കെ. ഇങ്ങനെ രണ്ടാളെയും നമ്മൾ ബ്രീഡറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ടെമ്പററി ബ്ലോക്കൊക്കെ പൊട്ടിക്കാം. ബിൽഡ് വരുത്തുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ടെറാഫോം ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ വില്ലേജർ ബ്രീഡറിനൊരു ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പിന്നി കാണുന്നതാണ് ആ ബിൽഡ്. ഇത് നമ്മുടെ ബാമ് പോലെ തന്നെ ഉണ്ട് കാണാൻ. എനിക്ക് വേറൊരു ഡിസൈനും കിട്ടിയിട്ടില്ല. ബാമ് പോലെ ഉണ്ട്, പക്ഷെ ബാമ് തീയാട്ടി നല്ല വലിപ്പമുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് വേറെ ഡിസൈൻ കിട്ടാത്ത കാരണമാണ് ഞാൻ അങ്ങോട്ടൊരു പാത്തൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഫുള്ള് യൂണീക്ക് സെറ്റപ്പാണ്. ഫുള്ള് മോഡേണായി സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ആൻറ്റിസൈറ്റിൻ്റെ ഇത് ടൈൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ ബാരലായിട്ടാട്ടോ കണക്റ്റ് ആവണ്. ഈ കമ്പോസ്റ്ററായി കണക്റ്റ് ആവണില്ല. അതെന്താന്ന് എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് ഇവരൊന്ന് ബ്രീഡ് ചെയ്ത് നോക്കാം. ബ്രീഡ് ചെയ്യാൻ പിന്നെ എൻ്റെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ക്രീപ്പർ അവിടെ ഉണ്ട്. വരും. എല്ലാ ബിൽഡും പൊട്ടിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാവും. ഒരു വെള്ളം വെച്ചെടുക്കാം. പൊട്ടടാ പൊട്ട. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഈ പാവത്തിനെയാണ് നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. നമ്മൾ ബ്രീഡറിൽ നമുക്കൊന്ന് ബ്രീഡ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും അറിയാം, നമുക്കിവിടെ ഒരു ഫാമുള്ള കാരണം ക്യാരറ്റ് ഇതാ ഇത്രയും അത്യാവശ്യം ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ് എറിഞ്ഞു കൊടുത്താൽ എത്ര ആവും നോക്കാം. ക്യാരറ്റ് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രീഡ് ആവേണ്ടതാണ്. ഇവിടെ വേറെ വില്ലേജറൊന്നും ഇല്ലാത്ത കാരണം ബ്രീഡാവും. ഓക്കെ. ഇനി അവിടെ ഒരു കുട്ടി ഇപ്പോൾ വന്ന് സ്പോണാവും. ഇങ്ങനെ നമ്മുടെ ബ്രീഡറിത്തെ ആദ്യത്തെ വില്ലേജർ കുട്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റാക്കിയില്ല കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ബ്രീഡറൊക്കെ നന്നായി വർക്കാവുണ്ട്. ഇതാ ഇനിയും ബ്രീഡാവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അയൺ ഫാം അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഉണ്ടാക്കാം. അതിനുള്ള സെറ്റായി. അപ്പം എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. നമ്മുടെ ബ്രീഡർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുവരേക്കും ബൈ.